इधर दिन भर फोन चलाते रहते हो, तब फोन पर लगे तू रहो। बेटा थोड़ी देर के लिए भी शांत नहीं बैठ सकता। आज जल्दी आ गए। हाँ और कल पता नहीं उसका आएगा ठेकेदार का फोन। उधर क्या हो रहा है? अरे वो रखे थे मैंने छुट्टे कुछ यहाँ पर। पापा हम इतने गरीब क्यों हैं? हम इतने गरीब थोड़ी ना हैं, हमसे ज़्यादा हालत ख़राब है काफ़ी लोगों की। तुम्हें पता है क्यों? मैं बताती हूँ। भगवान ने इस दुनिया में इतना तो बनाया है कि हम सब आराम से जी सके, पर हर कोई इसे बराबर बांटता नहीं है। इसलिए कुछ तो अमीर हो जाते हैं और कुछ गरीब रह जाते हैं। ये देखो, एक तुम्हारे लिए और 2 पापा के लिए, और मेरे लिए कुछ नहीं। तो मैं क्या हुई? बहुत गरीब। और तुम? बस गरीब। और मैं सबसे अमीर। मेरे पास है ये दोनों। മോനെ, നമ്മളാരും പാവപ്പെട്ടവരായി ജീവിക്കണമെന്ന് സ്വയം തീരുമാനിച്ചതല്ല. 147 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് 19.5 കോടിയോളം ആളുകൾ ഇന്നും പട്ടിണിയിലും രോഗത്തിലും അവഗണനയിലും കഴിയുകയാണ്. അതിൽ തീരാ രോഗികളുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്, പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ അനവധി ജീവിതങ്ങൾ. നമ്മുടെ ചേരിയിൽ മോനെയും കൂട്ടുകാരെയും പഠിപ്പിക്കാൻ വരുന്നവരില്ലേ? അതുപോലെ രാജ്യത്തുടനീളം 2500 പഠന കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഒരു ദിവസം 1 ലക്ഷത്തിലധികം കുട്ടികളാണ് വിദ്യാഭ്യാസം നേടുന്നത്. ഇന്ത്യയിലെ 160 നഗരങ്ങളിലായി 1,45,000 ആളുകൾക്ക് ഓരോ ദിവസവും ഇവർ ഭക്ഷണം നൽകുന്നു. ഇതിനായി രാജ്യത്തുടനീളം 113 കമ്മ്യൂണിറ്റി കിച്ചണുകളാണുള്ളത്. ഹങ്ങർ ഫ്രീ വേൾഡ് എന്നാണ് ഈ പരിപാടിയുടെ പേര്. കേരളത്തിലെ തണൽ എന്ന ഒരു കൂട്ടം മനുഷ്യസ്നേഹികളാണ് ഇതൊക്കെ ചെയ്യുന്നത്, മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ. തണൽ പക്ഷേ നേരത്തെ തന്നെ സാമൂഹിക രംഗത്ത് കാര്യമായി പണിയെടുക്കുന്നുണ്ട്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയ തണൽ ഇന്ന് 21 സംസ്ഥാനങ്ങളിലായി 3000-ലേറെ കേന്ദ്രങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നു. ചികിത്സ ലഭിക്കാത്ത കിഡ്നി രോഗികൾക്ക് 4 സംസ്ഥാനങ്ങളിലായി 90 കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കായി 3 വലിയ ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രോഗം മാറിയാലും കുടുംബം സ്വീകരിക്കാത്തവരെ താമസിപ്പിച്ച് സംരക്ഷിക്കുകയും കഴിയുന്നവരെ തൊഴിൽ പരിശീലനം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജനിക്കുന്നതിന് മുമ്പേ കണ്ടെത്താൻ കഴിയുന്നവ തിരിച്ചറിഞ്ഞ് ആവശ്യമായ ചികിത്സയും തെറാപ്പിയും നൽകി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് വേറൊന്ന്.
വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകി അവരെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നു. ഇതിനായി തണലിന് രാജ്യത്തുടനീളം 37 സ്ഥാപനങ്ങളുണ്ട്. തീരെ കിടപ്പിലായ രോഗികൾക്ക് അവർ താമസിക്കുന്നിടത്ത് ചെന്നെത്തി ചികിത്സ നൽകുന്നു. ഗുരുതരാവസ്ഥയിലുള്ളവരെ പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. അങ്ങനെയുള്ള 100-ലേറെ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. ഈ കൊല്ലം കഴിഞ്ഞാൽ മോന് സാധാരണ സ്കൂളിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ തണൽ ചെയ്തു തരും. അപ്പോൾ മോന്റെ സ്ഥാനത്ത് ലക്ഷക്കണക്കിന് വേറെ കുട്ടികൾ പുതുതായി പഠിക്കാൻ തുടങ്ങും. അങ്ങനെ 20 വർഷത്തിനുള്ളിൽ 40 ലക്ഷം കുട്ടികൾക്ക് പൂർണ്ണ വിദ്യാഭ്യാസം ലഭ്യമാക്കാമെന്നാണ് തണൽ കണക്കാക്കുന്നത്. My name is Komal Kumari. I am 11 years old. I am from Patna, Bihar. ഇന്ത്യയിലെ ചേരികളിൽ മാസത്തിലൊരിക്കൽ തണലിന്റെ മെഡിക്കൽ സംഘം സേവനം നൽകുന്നു. തീരെ അവശരായവരെ ഷെൽട്ടറിലേക്ക് മാറ്റുന്നു. ബന്ധുക്കളെ ആദ്യം അന്വേഷിക്കും. കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംരക്ഷിക്കുകയും ശേഷം മാന്യമായി സംസ്കരിക്കുകയും ചെയ്യും. ഇപ്പോൾ തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ ഇത്തരം വീടുകളുണ്ട്. വീടില്ലാത്തവർക്ക് ചെറിയ വീടുകളും ശുദ്ധജലത്തിനായി കിണറുകളും നിർമ്മിക്കുന്നു. ഓരോ വർഷവും 500 ചെറിയ വീടുകളും ഓരോ മാസവും 150 കിണറുകളും എന്ന ലക്ഷ്യത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. ഇതിനകം ആയിരക്കണക്കിന് വീടുകളും കിണറുകളും നിർമ്മിച്ചു കഴിഞ്ഞു. സർക്കാർ രേഖകളില്ലാത്തതുകൊണ്ട് പലരും വീണ്ടും തെരുവിലാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ സർക്കാർ രേഖകളും തയ്യാറാക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും എല്ലാം ആകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ദുരിത ജീവിതം ആരും ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തതല്ല. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമുള്ളത് ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നീതിപൂർവം എല്ലാവർക്കും ലഭിച്ചാൽ ലോകം കൂടുതൽ നല്ലതാകും. (2045) ശ്രദ്ധിക്കപ്പെടാതെ കഷ്ടപ്പെടുന്ന ഒരൊറ്റ മനുഷ്യനും ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്നതാണ് ലക്ഷ്യം. ഇത് സർക്കാരുകൾ മാത്രം ചെയ്യാനാവുന്ന കാര്യമല്ല. സമൂഹത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും ഒന്നിച്ച് പ്രവർത്തിക്കണം. അതെ, ഒരു നല്ല ലോകം പണിയാൻ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. വരൂ, തണലിനൊപ്പം ചേരൂ. ലോകം കൂടുതൽ സുന്ദരമാക്കൂ.